ഉത്തരേന്ത്യയിലെ ബസ്തർ ഏരിയയിൽ നിന്നും രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ കുറച്ചു നാൾ മുൻപ് ഇവിടെ നടന്ന കോലാഹലങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അല്ലെ. ഇവിടെ നിന്ന് കോൺഗ്രസ്സുകാർ പോകുന്നു, കമ്മ്യൂണിസ്റ്റുകാർ പോകുന്നു, പിന്നെ ലാസ്റ്റ് BJP നിന്ന് ഇടപെട്ട് അവരെ അവിടെ നിന്നും മോചിപ്പിച്ച് കൊണ്ടുവരുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സംഗതിയാണ്. നമുക്കറിയാം, ഭരിക്കുന്ന പാർട്ടി അല്ലാതെ വേറൊരാൾക്കും അതിൽ ഇടപെടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ മേൽക്കോയ്മ കിട്ടിയത് BJPക്ക് തന്നെയായിരുന്നു. അന്ന് ഇവിടെ ഒരുപാട് പേര് മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒച്ച വെച്ചിരുന്നു. ഇത് അനീതിയാണെന്ന് പറഞ്ഞിരുന്നു. ഒരിക്കലും ക്രൈസ്തവ സംഘടനകൾക്ക് നേരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്ന് വല്ലപ്പോഴും വന്ന് രണ്ട് വാചകം പറയുന്നത് നമ്മുടെ പിണറായി വിജയൻ പോലും പറഞ്ഞിരുന്നു. എന്നാൽ ഇതേപോലൊരു സംഭവം, അല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ ഒരു അക്രമ സംഭവം കൊച്ചി പള്ളുരുത്തിയിൽ നടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞായിരുന്നോ? നിങ്ങൾ അതിന്റെ ചിത്രം ഒന്ന് കാണുക. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് കൊച്ചി സെന്റ് റീത്ത സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പ്രശ്നമാണ്. ഒരു പെൺകുട്ടി മറ്റൊരു സ്കൂളിൽ നിന്നും 8ാം ക്ലാസ്സിലേക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ വാങ്ങി വരുന്നു. 3 മാസമായി സ്കൂൾ തുറന്നിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, നിങ്ങളുടെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നതല്ലേ. അപ്പൊ 3 മാസമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ 3ാം മാസം തനിക്ക് യൂണിഫോമിനോടൊപ്പം ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. കുട്ടി മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെ മതപരമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാനുള്ള അവകാശം അവർക്ക് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ അത് ധരിച്ചു വരണം എന്നൊരാവശ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. ഇത് നമുക്ക് തോന്നും ഒറ്റ നോട്ടത്തിൽ ഇത് ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണല്ലോ. കാരണം ഇവിടെ മതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടേതൊരു മതേതര രാജ്യമാണ്. അങ്ങനെ ആയിരുന്നില്ലെങ്കിലും അത് അങ്ങനെയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നിരിക്കെ ഹിജാബ് ധരിക്കണ്ട എന്നൊരു സ്കൂളിനെ എങ്ങനെ പറയാൻ സാധിക്കുമെന്ന്. എന്നാൽ ഈ സ്കൂളിന്റെ പ്രത്യേകത നിങ്ങളൊന്ന് എടുത്തു നോക്കുക. 27 വർഷമായിട്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണത്. ആ സ്കൂളിൽ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പൊ നമുക്കറിയാം, മാനേജ്മെന്റ് സ്കൂളുകളുടെ പ്രത്യേകത എന്താണ്? സർക്കാരൊന്നുമല്ല അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കുറെ പേര് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, സർക്കാരല്ല ശമ്പളം കൊടുക്കുന്നത്. അവർക്ക് അവരുടെ സ്വന്തം മാനേജ്മെന്റ് ആണുള്ളത്. ആ സ്കൂളിലെ എന്ത് തീരുമാനവും അടിസ്ഥാനപരമായ അല്ലെങ്കിൽ അവസാന തീരുമാനം എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ മാത്രമാണ്. 2018 ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു കോടതി വിധി കേരളത്തിൽ തന്നെ നിലവിലുള്ളതാണ്, ഹൈക്കോടതി വിധി. അതായത് ഒരു സ്കൂള് അവിടത്തെ പ്രവർത്തിക്കുന്ന യൂണിഫോം എങ്ങനെയാണെന്ന് മാനേജ്മെന്റ് സ്കൂളുകൾ അവരാണ് തീരുമാനിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ വർത്താനങ്ങളില്ല. പിന്നെ നമുക്കറിയാം, PTA കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവരും കൂടിയൊക്കെ ചർച്ച ചെയ്തിട്ടാണ് മാനേജ്മെന്റിന്റെ അന്തിമ തീരുമാനം വരിക. അങ്ങനെ ഒരു യൂണിഫോം ഉണ്ടാക്കി വെക്കുകയും അഡ്മിഷന് മുമ്പ് എല്ലാ കുട്ടികളോടും ആ യൂണിഫോം ആണ്, അതിന്റെ അപ്പുറത്തേക്ക് ഒന്ന് കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല എന്നുള്ള നിയമാവലി അടക്കം പ്രദർശിപ്പിച്ച് വായിച്ച് മനസ്സിലാക്കി ഒപ്പിട്ടതിന് ശേഷമാണ് ഒരു കുട്ടിക്ക് അവിടെ അഡ്മിഷൻ നൽകുന്നത്. സെന്റ് റീത്ത സ്കൂളിന്റെ കാര്യത്തിലും ഇത് ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് അങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഞാൻ നേരിട്ട് ഇതേപ്പറ്റി പോയി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ സംഗതിയാണ്. ഈ കുട്ടി ഈ പറയുന്ന പോലെ ബൈലോ എന്നാണ് നമ്മൾ പറയാ, ബൈലോ വായിച്ച് മനസ്സിലാക്കി ഈ കുട്ടി ഒപ്പിട്ട് 3 മാസം സ്കൂളിൽ വന്നതിന് ശേഷം 3ാം മാസം ഈ കുട്ടിക്ക് മതപരമായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിഷയം വന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു സംഗതി, ഇത് യാദൃശികമായിട്ട് ഉണ്ടായി വന്നൊരു സംഗതിയല്ല അല്ലെ. പെട്ടെന്നൊരു ദിവസം നേരം വെളുത്തപ്പോഴാണോ എനിക്ക് മതപരമായിട്ടുള്ള ഡ്രസ്സ് ഇടണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്? അതും ഒരു മാനേജ്മെന്റ് സ്കൂളിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഡ്രസ്സ് ധരിക്കാൻ സാധിക്കില്ല അല്ലെ. യൂണിഫോം എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഒരു കുട്ടികൾക്കും യാതൊരു രീതിയിലുള്ള വിവേചനവും പരസ്പരം തോന്നാൻ പാടില്ല. നമുക്കറിയാം, ഫിനാൻഷ്യലി നല്ല സ്റ്റേറ്റിൽ നിൽക്കുന്ന, അതായത് പല കളറിൽ നല്ല വില കൂടിയ ഡ്രസ്സ് ഇടാൻ പറ്റുന്ന കുട്ടികളും ഇവിടെയുണ്ട്. അതേപോലെ തന്നെ കഷ്ടിയായി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ഇതൊക്കെ കൂടി ചേർന്നതാണ് കേരളം, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യ. അപ്പൊ ഈ കുട്ടികൾക്ക് തമ്മിലൊരു വിവേചനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നതിന്റെ പേരിലാണ് യൂണിഫോം നിലവിൽ വന്നിരിക്കുന്നത്. അപ്പൊ ആ യൂണിഫോം ഇടാതെ യൂണിഫോമിൽ എനിക്ക് എന്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട്, അത് മതമായാലും വേറെ ആര് വന്നാലും അതൊരു ന്യായമായ സംഗതിയല്ല എന്നതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 2018 കൃത്യമായി യൂണിഫോം എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് കോടതി വിധി നിലവിലുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ, ഈ കുട്ടി പിന്നെ വീട്ടിൽ ചെന്ന് പാരന്റ്സിനോട് പറയാണ്, പാരന്റ്സിന് വന്ന് ഇവിടെ സംസാരിക്കുകയാണ്, അവിടെ ഒരു വലിയ വിഷയം ഉണ്ടാവുകയാണ്. 3ാമതായി ഒരു മതസംഘടന ഇതിൽ ഇടപെടുകയാണ്. ആ ചിത്രമാണ് ഞാൻ നേരത്തെ കാണിച്ചത്, ഒന്നുകൂടി കണ്ടോളൂ. ഇവര് ആ കന്യാസ്ത്രീകളോട് സംസാരിക്കുന്ന രീതി ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. തൃപ്പൂണിത്തുറയിലുള്ള SDPI സംഘടനയുടെ ആളുകളാണ് ചെന്ന് അവിടെ സംസാരിച്ചിരിക്കുന്നത്. മതപരമായിട്ട് ഈ കുട്ടി ഉടുപ്പിട്ടാൽ എന്താണ് കുഴപ്പം എന്ന രീതിയിലാണ് സംസാരിച്ചത് എന്നാണ് കന്യാസ്ത്രീകൾ പറയുന്നത്. എന്നാൽ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് ഹിജാബ് അഴിപ്പിച്ചു സ്കൂളിൽ വെച്ചിട്ട്. ഉറപ്പായും ഇപ്പൊ യൂണിഫോമിന് പുറമെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ പറ്റില്ല, അത് മാറ്റിയിട്ട് വരാനായിട്ട് പറയും. ഞാൻ കന്യാസ്ത്രീ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്, കന്യാസ്ത്രീ മഠത്തിന്റെ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അവിടുത്തെ ഡെക്കോറം അങ്ങനെയാണ്, അങ്ങനെയുള്ളവർ മാത്രം അവിടെ പഠിച്ചാൽ മതി എന്ന് അവർ നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ സർക്കാർ സ്കൂളിലൊക്കെ പോയി അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്ന പോലെ ഇവിടെ കിടന്ന അവകാശത്തിന് സമരം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. മനോരമ ന്യൂസൊക്കെ ഇപ്പൊ ഈ സംഗതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ അറിഞ്ഞിട്ടില്ല, കമ്മ്യൂണിസ്റ്റുകാർ അറിഞ്ഞിട്ടില്ല. പിണറായി വിജയൻ അടക്കം ഈ പരാതി പോയിട്ടും അവിടെ നിന്നും കുത്തിത്തിരിപ്പ് മറുപടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെപ്പറ്റി ഞാൻ വ്യക്തമായി പറയാം. അതായത് 2 ദിവസത്തേക്ക് ഈ സ്കൂൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അടച്ചിട്ടിരിക്കുന്നതിന് കാരണമായി പ്രിൻസിപ്പൾ സ്കൂളിന്റെ തന്നെ ലെറ്റർ ഹെഡിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എഴുതി അത് പുറത്തു വന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് കാണിക്കാം. ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ സ്കൂളിൽ അനുവദനീയമല്ലാത്ത വസ്ത്രധാരണവുമായി വന്ന ഒരു വിദ്യാർത്ഥിനിയുടെയും മാതാപിതാക്കളുടെയും മറ്റു ചിലരുടെയും സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികളല്ലാത്ത ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദം മൂലം പല വിദ്യാർത്ഥികളും അവധി ചോദിച്ചതിനാലും അധ്യാപക അനധ്യാപിക ജീവനക്കാരും മാനസിക സമ്മർദ്ദത്താൽ അവധിയെടുത്തതിനാലും മനസമാധാനത്തോടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ സാധിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. ആയതിനാൽ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞതിനു ശേഷം നാളെയും
മറ്റന്നാളും സ്കൂളിന് അവധിയായിരിക്കുമെന്ന് അറിയിക്കുന്നു. നമ്മുടെ രാജ്യം അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിലും മാനേജ്മെന്റിന്റെ അവകാശത്തിലും ഇണങ്ങുന്ന രീതിയിലും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം തുടർന്നും നൽകുവാൻ ആകുമെന്ന് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം സിസ്റ്റർ ഹെലീന ആൻസി. അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 2 ദിവസമായിട്ട് ഇവർ അവിടെ വന്ന് ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് മറ്റു കുട്ടികൾ പേടിക്കുകയാണ് സ്കൂളിലേക്ക് വരാൻ. എങ്ങനെ പേടിക്കാതിരിക്കും? സത്യത്തിൽ ഈ വാർത്ത പറയുമ്പോൾ എനിക്കടക്കം പേടിയുണ്ട്. ഇവർക്കെതിരെ ഇവർ ചെയ്യുന്ന ഒരു അനീതിക്കെതിരെ സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുടെ ഒക്കെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജോസഫ് മാഷിന് എന്താണ് സംഭവിച്ചത്? ജോസഫ് മാഷ് ഒരു പേര് എഴുതിയതിനാണ്. ആ പേര് എനിക്ക് പറയാൻ പേടിയാ, സത്യം പറഞ്ഞാൽ പേടിയാ. അതിനുശേഷം ഒരു സിനിമയില്, ഒരു കഥയില്, ഒരു നോവലില്, ഒരു സീരിയലില് ആ പേര് നിങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ? ഈ രീതിയിൽ മനുഷ്യർ ഭയന്നിരിക്കേണ്ട അവസ്ഥ എന്നു മുതലാണ് കേരളത്തിൽ ആഗതമായത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അത് എന്തൊരു വൃത്തികെട്ട അവസ്ഥയാണ്. എക്സാക്ട്ലി പറഞ്ഞാൽ വൃത്തികെട്ട അവസ്ഥയാണ്. മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രിവിലേജ്. മറ്റാരെയും ഇതുപോലെ ഭയപ്പെടേണ്ടതില്ല. ഇപ്പൊ കുട്ടികൾ ഭയപ്പെടുന്നു, കുട്ടികളെ അങ്ങോട്ട് അയക്കാൻ മാതാപിതാക്കൾ ഭയപ്പെടുന്നു, സ്കൂളിലെ സംഘർഷാവസ്ഥ. ഞാനൊന്ന് ചോദിക്കട്ടെ, പഠിക്കാൻ വരുന്ന ഒരു കുട്ടി എന്തിനാണ് മതവും ചുമന്ന് സ്കൂളിലേക്ക് വരുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെയും സ്കൂളുകൾ കഴിഞ്ഞു, അത് കഴിഞ്ഞ് കോളേജുകളിലെത്തി, അതിന്റെ അപ്പുറത്തേക്ക് മാനേജ്മെന്റ് തരത്തിലുള്ള പല പല കോഴ്സുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ PhD ചെയ്യുന്നു. ഇവിടെ ഒക്കെ ആൾക്കാർ മതം ചുമന്ന് പോകുന്നു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതെന്തൊരു വൃത്തികെട്ട ചിന്തയാണ്. നിങ്ങൾ പഠിക്കാനാണോ പോകുന്നത്? പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി പഠിക്കാനാണ് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള വിഷയം അവിടെ ഉണ്ടാക്കുന്ന എന്തിനാണ്? മനോരമ ന്യൂസ് ഇതിനെ പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പെർട്ടിക്കുലർ ഭാഗം, അതായത് ആ റിപ്പോർട്ടർ ഇതാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് കുട്ടിയുടെ അച്ഛന്റെ പ്രതികരണത്തിലേക്കെന്നും പറഞ്ഞുകൊണ്ട് അവർ പോവാണ്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കിയോ. ഒരുപാട് പിള്ളേർ വരുന്നുണ്ട്, എല്ലാവരും ഇതേപോലെ ഉരുവപ്പിച്ചിട്ടാണ് അവർ കയറ്റണത്. ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇവിടുത്തെ ടീച്ചേഴ്സ്, ക്ലാസ് ടീച്ചർ വളരെ മോശമായിട്ടാണ് എൻ്റെ കുട്ടിയുടെ ഉള്ള സമീപനം. അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, അവരുടെ വർത്തമാനത്തിൽ നിന്ന് തന്നെ അറിയാം അവരിത് പ്രശ്നം ഉണ്ടാക്കാൻ മുൻകൂട്ടി ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഗതിയാണ്. അവർക്ക് നിയമങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാക്കി അതിനെ സമ്മതിച്ച് ഒപ്പിട്ടതിന് ശേഷം പിന്നെ എന്തിനാണ് ഈ വർത്താനം പറയുന്നത്? നമ്മളൊരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റിന്റെ പ്രത്യേകത എന്താ? അതിനകത്ത് വായിച്ചു നോക്കി മനസ്സിലാക്കി സമ്മതമാണെങ്കിൽ ഒപ്പിട്ടാൽ മതി. ഇവിടെ എത്രത്തോളം മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്. അൽ-അമീൻ എന്ന് പറഞ്ഞൊരു സ്കൂൾ ഇവിടെ കലൂരുണ്ട്. എനിക്ക് അറിയാം, എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ. നമ്മുടെ പള്ളിയുടെ ഒക്കെ അടുത്തായിരുന്നു. അതുകൊണ്ട് എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുടെ യൂണിഫോം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ഇപ്പം വേറെ മതത്തിലുള്ള പിള്ളേർ പോയാലും ആ യൂണിഫോം ആണ് അവിടെ ഇടണ്ടേ. കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളാണ്, നല്ല രീതിയിൽ പോകുന്ന സ്കൂളാണ്, നന്നായിട്ട് പഠിപ്പിക്കുന്ന സ്കൂളാണ്. ഇങ്ങനത്തെ നിർബന്ധങ്ങൾ നമുക്ക് വ്യക്തിപരമായി ഉണ്ട്. എനിക്കിപ്പോ ഹിജാബ് ഇട്ടാലേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചൂസ് ചെയ്യാമല്ലോ. നമ്മൾ എന്തിനാണ് നമ്മുടേത് കൊണ്ടുപോയി അതുമായി ബന്ധമില്ലാത്ത ഒരു സ്ഥലത്ത് കുത്തിക്കയറ്റാൻ നോക്കുന്നത്? ആ കുത്തിക്കയറ്റലല്ലേ ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്നവരെ എല്ലാം വർഗീയവാദികളാക്കി മാറ്റുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ആളുകൾക്ക് നിങ്ങളുടെ ചെയ്തികളോട് വെറുപ്പ് വരുന്നത് എന്നതിനെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യർ ഇത്രയധികം സാമൂഹികമായി ജീവിക്കുമ്പോൾ അവിടെ ഇതുപോലെ വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ ആൾക്കാർ വരെ ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? എങ്ങനെ ഭയക്കാതിരിക്കും? എങ്ങനെ ഭയക്കാതിരിക്കും? നാളെ സ്കൂൾ ഇവർ അടിച്ചു പൊളിക്കോ, അല്ലെങ്കിൽ സ്കൂളിന് തീയിടോ, പ്രിൻസിപ്പളിന്റെ തലവെട്ടോ, നമുക്ക് പറയാൻ പറ്റില്ല. ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്ന് ആളുകൾ ഭയന്ന് തുടങ്ങിയിരിക്കെ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ ഒന്നും ചെയ്യാനില്ല. ഉത്തരേന്ത്യയിലേക്ക് കെട്ടിയെടുത്ത ആൾക്കാരൊക്കെ ഇപ്പം വായിക്കാത്ത പ്ലാസ്റ്റർ ഒട്ടിച്ച് ഇവിടെ ഇരിക്കുക. അവർക്ക് എന്താ ഒന്നും ചെയ്യാനില്ലാത്തത്? UDF വിജയിക്കണമെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വേണം, കമ്മ്യൂണിസ്റ്റുകാർക്ക് വിജയിക്കണമെങ്കിൽ SDPIയുടെ പിന്തുണ വേണം. അപ്പൊ അവരെങ്ങനെ സംസാരിക്കും? ഇതാ കണ്ടില്ലേ, മനോരമ വരെ വെളുപ്പിക്കാനാ നോക്കുന്നത്. 2018 ഒരു കോടതി വിധി ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലേ? ഭരണഘടനാപരമായി ഒരു മാനേജ്മെന്റിന് എന്തൊക്കെയാണ് അധികാരങ്ങളുള്ളത് അത് അവർക്കറിയില്ലേ? ഇതുപോലെ കടന്ന് ബഹളം ഉണ്ടാക്കുന്ന, ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അതൊരു ത്രെട്ടാണ്, അത് മോശം സംഗതിയാണ്. ഇതവർക്കറിയില്ലേ? എന്തുകൊണ്ടാണ് ഇവരിതിനെ വെള്ളപൂശി അവതരിപ്പിക്കുന്നത്, ഒരു കുട്ടിയുടെ അവകാശമായി അവതരിപ്പിക്കുന്നത്? എന്തവകാശം? പഠിക്കാൻ പോകുന്ന കുട്ടിക്ക് പഠിക്കുക എന്നതിലുപരി എന്തവകാശം? നിങ്ങൾക്കറിയാമല്ലോ, മുടി വെട്ടാത്തതിന്റെ പേരിൽ, അതുപോലെ പല വിധത്തിലുള്ള ബുള്ളിങ് അനുഭവിച്ചതിന്റെ പേരിൽ എത്ര കുട്ടികൾ ഇവിടെ ആത്മഹത്യ ചെയ്തു. ഓരോ സ്കൂളുകളിലും എന്തെങ്കിലും ഒരു നടപടി അതിന്റെ പേരിലുണ്ടായോ? ഏതെങ്കിലും സ്കൂളിനോട്? അവിടെ ഒന്നുമില്ലാത്ത ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ചിലരുടെ പ്രത്യേക അജണ്ട തന്നെയാണെന്നുള്ളത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഉത്തരേന്ത്യയിലെ പോലെ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ BJP ഇവിടെ മേൽക്കൈ എടുത്തു വരുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കും എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു മാനസികമായിട്ട് തയ്യാറെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു മനഃപൂർവ്വ സംഘർഷങ്ങളാണ് ഇതെല്ലാം. അല്ലെന്നുണ്ടെങ്കിൽ 10-27 വർഷമായിട്ട് ഒരു കുഴപ്പമില്ലാതെ നടന്നു പോകുന്ന ഒരു സ്കൂളിൽ 8ാം ക്ലാസ്സിലേക്ക് ഒരു പെൺകുട്ടി 3 മാസം കൊണ്ട് തന്നെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതൊരു നിസ്സാര സംഗതിയാണോ? BJP ഈ കാര്യത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. മറ്റ് രണ്ടുപേരും ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്ന് അറിയാൻ ജനങ്ങളെ നിങ്ങൾ നോക്കിക്കൊള്ളുക. നിങ്ങളത് നോക്കിക്കൊണ്ടിരിക്കുക. പ്രതിപക്ഷ നേതാവിന് നാക്കുണ്ടോ, പിണറായി വിജയന് നാക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇതിപ്പോ AEO വന്നു, PTA ഇരുന്നു, കുട്ടിയുടെ മാതാപിതാക്കൾ ഇരുന്നു, എന്നിട്ട് ചർച്ചയ്ക്ക് എന്ത് ചർച്ച? എന്താ അതിന്റെ ആവശ്യം? എന്താ? എന്ത് ചർച്ചയാ വേണ്ടത്? എനിക്ക് സ്കൂൾ ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ വേറെ സ്കൂളിലേക്ക് പോവുക. അല്ലാണ്ട് സ്കൂൾ മാനേജ്മെന്റ് എന്റെ അപ്പന്റെ വകയൊന്നുമല്ല. സീരിയസ്ലി പറഞ്ഞാൽ അത് അങ്ങനെയല്ല. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം തലയ്ക്കകത്ത് വേണ്ടേ? ഞാൻ ഈ മലയാള മനോരമയ്ക്കകത്ത് ഈ വാർത്തയുടെ താഴെ വന്ന കമന്റ്സുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. മതത്തെ പറ്റി സംസാരിക്കാൻ എന്താണ് ആൾക്കാർക്ക്? എന്റെ മതത്തിൽ അങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ വേണം, എനിക്ക് അവിടെ വേണം, എനിക്ക് ഇവിടെ വേണം, എനിക്ക് അപ്പുറത്ത് വേണം.
അവിടെ ഒക്കെ ഇത് അക്സെപ്റ്റബിൾ ആണോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. എനിക്ക് വേണം. ഇങ്ങനെ ചെല്ലും, അങ്ങോട്ട് ചെല്ലും, അടി മേടിക്കും, വീരവാദം മുഴക്കും. അവസാനം വെടിനിർത്തൽ പ്രഖ്യാപിക്കും, തോറ്റു തുന്നം പാടിയാലും വീരവാദം മുഴക്കും. ലോകത്ത് എല്ലായിടത്തും ഇത് ഇങ്ങനെ തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ആലോചിക്കുമ്പോൾ പേടിയാവുകയാണ്. എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്? എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്? ഇതുപോലെ ഓരോരുത്തരും തുടങ്ങിയെന്ന് വിചാരിക്കും. ഒരു ക്രിസ്ത്യാനി തുടങ്ങുക, ഒരു ഹിന്ദു തുടങ്ങുക, ഒരു സിഖുകാർ തുടങ്ങുക. ഞാൻ പ്രത്യേകിച്ച് പറയാം, ഈ റീത്ത സ്കൂളിൽ സിഖുകാരുടെ മക്കൾ പഠിക്കുന്നുണ്ട്. ഒരുപാട് സിഖുകാരുടെ മക്കൾ പഠിക്കുന്നുണ്ട്. അവരൊന്നും ടർബം കെട്ടിയിട്ടല്ല വരുന്നത്. എന്താ ഞങ്ങളെ ടർബം കെട്ടാൻ സമ്മതിക്കാത്തതെന്ന് അവർ ചോദിക്കണമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബൈലോ വായിച്ച് അവരെ സമ്മതിച്ചിട്ട് അവിടെ ഒപ്പിട്ടിരിക്കുന്നത് നല്ല പഠിത്തമാണെങ്കിൽ അത് നോക്കിയാൽ പോരെ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ എന്താ നോക്കുന്നത്? കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള നല്ല അന്തരീക്ഷമാണോ? നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ? നന്നായിട്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ടോ? കുട്ടിയുടെ മുന്നോട്ടുള്ള ഭാവി അവിടെ ഒന്ന് നല്ലതായിട്ടാണോ കിട്ടുന്നത്? അത് മാത്രം നോക്കിയാൽ മതി. ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലൂടെ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു വ്യക്തി മോശമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും തുടക്കം അവിടെ നിന്ന് തന്നെയാണ്. അവർ തന്നെയാണ് ഇപ്പോഴും എഡ്യൂക്കേഷനിൽ നല്ല രീതിയിൽ പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ അവിടെ പഠിക്കണമെങ്കിൽ ആ സ്കൂളിന്റെ രീതിക്ക് അനുസരിച്ച് ദയവേത് പഠിക്കുക. ദയവേത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്ത് സംഭവിച്ചാലും നിങ്ങൾ നിങ്ങളുടെ മതം പിൻപറ്റിക്കോളൂ, മതത്തിനനുസരിച്ച് ജീവിച്ചോളൂ. ഇതെല്ലാം ഇന്ത്യയിൽ അനുവദനീയമാണ് ഒരു പരിധിവരെ. ഒരു പരിധിവരെ. എനിക്ക് എന്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥനയല്ല, അടുത്തവന്റെ വീട്ടിനകത്ത് പോയിട്ട് പ്രാർത്ഥന ഇല്ലണോ എന്ന് പറഞ്ഞാൽ ആടി കിട്ടും. അത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും കിട്ടും. ഇവിടെയുള്ള ആളുകൾ പ്രതികരിച്ചു തുടങ്ങി. വലിയ രീതിയിൽ ഇനിയും പ്രതികരിക്കും. ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് വലിയ രീതിയിലുള്ള കലാപമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളം എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകളുടെ കയ്യിലിരിപ്പോണ്ട. ഞാൻ അറിഞ്ഞത് പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നും ഭീഷണിയാണ് വന്നിരിക്കുന്നത് മാനേജ്മെന്റിന്. അതങ്ങ് അനുവദിച്ചു കൊടുത്തേക്ക് എന്ന രീതിയിലുള്ള ഭീഷണി. ആ ഭീഷണി കൊണ്ട് ഇത് അങ്ങനെ പറ്റില്ല, അങ്ങനെ അനുവദിച്ചു കൊടുത്താൽ എങ്ങനെ ശരിയാവുന്നേ? അങ്ങനെ അനുവദിച്ചു കൊടുത്താൽ എങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് അവർ 2 ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുന്നത്. അവിടെ വരെ ഈ സ്കൂൾ പൂട്ടിപ്പോയാലും ഈ പറയുന്ന കുട്ടിക്കോ ഈ ബഹളം ഉണ്ടാക്കിയ ആൾക്കാർക്കോ ഒന്നും ഒരു പ്രശ്നവും. മേ ബി അവരുടെ ഉദ്ദേശവും അതൊക്കെ തന്നെയായിരിക്കും. സെന്റ് അഗസ്റ്റിൻ റോഡ് എന്നാണ് ആ സ്കൂളിന്റെ മുമ്പിലുള്ള റോഡിന്റെ പേര്. സെന്റ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പുണ്യാളനാണ്. ആ പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ? അപ്പൊ ഇവിടെ എന്തിനൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ആർക്കാണ് നമ്മൾ അധികാരം കൊടുക്കുന്നത്? ആ അധികാരം നാളെ നമ്മുടെ തലയ്ക്ക് മുകളിൽ വാളായി വരുന്നത് എങ്ങനെയാണ്? ഇതൊക്കെയും ചിന്തിക്കുക. ചിന്തിച്ച് മാത്രം വോട്ട് ചെയ്യുക. തുടർന്ന് കാണുക പോളി ന്യൂസ്.